അത് ബിസിനസ്സിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റാണ് ശരിക്കും പ്രോഫിറ്റ് എന്നുള്ളത് അല്ലെ. ഏതൊരു ബിസിനസ്സിലും പ്രോഫിറ്റ് എന്നുള്ള സാധനം ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ കൂടുതൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ടൈമാണ്, പ്രോഫിറ്റിന്റെ അപ്പുറത്തേക്ക്. ഇത് ബിസിനസ് വലുതാക്കാൻ കുറെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കും. ഒബ്വിയസ്ലി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വലിയ ഐഡിയാസ്, വലിയ പ്രൊജക്ടുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഓണാക്കാൻ കഴിയൂല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതെന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇനീഷ്യലി പ്രോഫിറ്റിൽ നിന്നും എടുത്ത് ചെലവഴിക്കാനുള്ളതിനെക്കാട്ടിയും വലിയ പ്ലാൻ ആകുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് കാശ് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോഴോട് പ്രോഫിറ്റ് ഉണ്ടാവണം, ഏതെങ്കിലും തരത്തിലുള്ള പ്ലാനെങ്കിലും വേണം, അറ്റ്ലീസ്റ്റ് ഒരു പ്ലാനെങ്കിലും വേണം. പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഇപ്പൊ എന്നുകൊണ്ടിരിക്കുന്ന ലോസ് ഇത്രയാണ്, അതിങ്ങനെ കുറച്ച് ബ്രേക്ക് ഈവൺ ഇന്ന കൊല്ലം കൊണ്ടാവും, എന്നിട്ട് പ്രോഫിറ്റിലേക്ക് എത്തും, അങ്ങനത്തെ ഒരു പ്ലാനെങ്കിലും വേണം. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അധികം ആൾക്കാരും എന്ത് ചെയ്യണില്ല, അതിനെ കുറിച്ച് ചർച്ചയെ വരുന്നില്ല. ആകെ ചർച്ച ചെയ്യുന്നത് അറിയോ, ഇത്ര ബ്രാഞ്ച് ഇപ്പൊ ഉണ്ട്, ഇത്ര ബ്രാഞ്ചിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്, ഇത്ര ടേൺ ഓവർ ഉണ്ട്, ഇത്ര ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ നിലവിൽ ഇപ്പൊ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, അപ്പോ ഭയങ്കര നാടിന് ഇമ്പാക്ട് ഉണ്ടാവുന്ന പ്രൊജക്ട് അതൊക്കെ ഉണ്ടാവട്ടോ. പക്ഷെ അതൊക്കെ നല്ലത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്യുന്നു, അതിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കിയ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വലുതാവുന്നു, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ബിസിനസിന്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവണം, പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാവണം. അത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് എനിക്ക് തോന്നുന്നു പല പ്രൊജക്റ്റും നല്ല ഇമ്പാക്റ്റ് ഉള്ള പ്രൊജക്റ്റ് ഈ പ്രോഫിറ്റിൽ വല്ലാണ്ട് ഫോക്കസ് കൊടുക്കാത്തതുകൊണ്ട് ഒരു പാതി വെയിൽ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നതിന്റെ ഒരു സാഹചര്യം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.